ഷാജി. ഞാൻ പാലാ രൂപതയിൽ നീലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ് മാസം 10-ാം തീയതിയാണ്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അതെൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാനിത് അറിയുന്നത്, കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പം പല പ്രാവശ്യം ഫോണിൽ കൂടി ധ്യാനം കേൾക്കുകയെല്ലാം ചെയ്തു. ഒരു ദിവസം അവരുടെ കൂട്ടത്തിൽ ബസ്സിന് വന്നു, അത് ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ആദ്യം ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പം പുതുക്കലിന് ശേഷമാണ് എൻ്റെ മൂത്ത മോള് ഹൈദരാബാദിൽ 5 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അത്രയും വർഷമായി മോളോട് ഇങ്ങോട്ട് പോരാ, വീട്ടിലേക്ക് പോരാ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും നോക്കാമെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തി. വന്നു കഴിഞ്ഞ് എൻ്റെ മോൾക്ക് ഇവിടെ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടി. അങ്ങനെ ഇരിക്കെ മെയിനായിട്ട് പറയാനുള്ളത് അതാണ്. എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ വന്നു, എൻ്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു, ഇങ്ങനെ ജോലിയായി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ സാലറി കുറവും ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാം വിഷമമാണെന്നും പറഞ്ഞ് മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞ് അങ്ങനെ ഇരിക്കെ ഹൈദരാബാദിൽ നിന്ന് തന്നെ സിസ്റ്റർ തരുതരെ വിളിക്കുന്നു, നീ ഇങ്ങോട്ട് തന്നെ പോരെ, നിന്നെ ആവശ്യം വന്നാൽ കൊണ്ടുപോയി വിടാവുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മോൾ എന്നോട് ചോദിച്ചു, എന്നാൽ പോട്ടെ പോപ്പാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധമാണെങ്കിൽ പോകും എന്ന് പറഞ്ഞു. എനിക്കെന്നാലും മനസ്സൊന്നുമില്ല. അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. രാവിലെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അപ്പം മോള് പോകാൻ തീരുമാനിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് മോളെ തിരിച്ച് അങ്ങോട്ട് വിടാൻ ഒട്ടും താല്പര്യമില്ല അമ്മേ, മോള് പോകണമെന്ന് പറയുന്നു. അങ്ങനെ അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് 24 എന്നൊരു ഡേറ്റ് കിട്ടി. അപ്പം എല്ലാ ദിവസവും മോള് വിളിക്കുമ്പോൾ മോളോട് ഞാൻ പറഞ്ഞു, 25-ാം തീയതി കഴിഞ്ഞേ തീരുമാനം എടുക്കാവുള്ളൂ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. കറക്റ്റ് 23-ാം തീയതി മോൾക്ക് ഓഫായിരുന്നു. ആ ദിവസം ഞാൻ കൂട്ടിക്കൊണ്ട് വരുമ്പം പോയ വഴിക്ക് ഒരു കടയിൽ കയറി സാധനം വാങ്ങിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി എന്നോട് ചോദിക്കുന്നു, മോള് കല്യാണം ആലോചിക്കുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല, കല്യാണം 1 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് മോള് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നാലും ആ നമ്പരൊന്ന് തന്നേരെന്ന് പറഞ്ഞ് എന്നോട് നമ്പർ വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് ഉച്ചയായപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഒരു ചെറുക്കനുണ്ട് കൊണ്ടുവരട്ടെ ഏതാ. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞില്ല, ഞാൻ മോളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മോള് പറഞ്ഞാൽ കാണാം എന്ന് പറഞ്ഞു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞു, ഏതായാലും കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് 24-ാം തീയതി ആ ചെറുക്കൻ വന്ന് കാണുന്നു. എന്നോട് പറഞ്ഞ ആ ഡേറ്റാണ് ആ 24-ാം തീയതി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മോനേ ഉള്ളൂ, അപ്പനും അമ്മയും. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ സാഹചര്യങ്ങൾ നമ്മുടെ വളരെ മോശമാണ്. ഇത് നമുക്കൊട്ടും ഒരു കാര്യവും തീരുമാനിച്ച് ഇരിക്കുന്ന സമയമല്ല. എങ്ങനെയാണേലും അമ്മ അത് മുമ്പിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് ആ ജനുവരി 15-ാം തീയതി കല്യാണം നടത്തി. എല്ലാം സന്തോഷമായിട്ട് കല്യാണം നടന്നു, എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി വിടാൻ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടുത്തെ മമ്മിയും ഉടമ്പടി എടുത്തിട്ടുള്ള ആളായിരുന്നു. ഇതുവരെ നമ്മൾ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തു, ഇനി അവരായിട്ട് അത് നോക്കി പോട്ടെ എന്നാണ് മമ്മി പറഞ്ഞു. അപ്പോൾ എൻ്റെയും മനസ്സ് നിറഞ്ഞു. അങ്ങനെ അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇളയ മോള് മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നൊരു ഇതാണ് എടുത്തത്. അതും സാഹചര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിൽ പോലും അത് അറിയാവുന്നതുമല്ല. അങ്ങനെ കിട്ടി. അമ്മ കാണിച്ചു കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. അത് ഇഷ്ടപ്പെട്ടു, പോയി എടുത്തു. എക്സാമിന് ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ 68 മാർക്ക് കിട്ടി. 70 മാർക്കാണ് വേണ്ടത്. അത് പോയി. രണ്ടാമത് ആ ഫീസ് കൊടുത്ത് അതിൽ തന്നെ ഒന്നുകൂടെ എഴുതാമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ എഴുതി. അതിന് 1 മാർക്കിന് പോയി. അങ്ങനെ 2 പ്രാവശ്യവും പോയി. മൂന്നാമത് വീണ്ടും നമ്മൾ ഫീസ് അടച്ചു വേണം എഴുതാൻ.
അങ്ങനെ വീണ്ടും ഫീസ് അടച്ച് ഒന്നുകൂടെ എഴുതാമെന്നും പറഞ്ഞ് എഴുതിച്ച്, അപ്പോൾ അവിടെ എക്സാം എഴുതുന്നതിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോൾ എക്സാം എഴുതി 3 മണിക്കൂറോളം അത്രയും സമയം ഞാൻ ആ പള്ളിക്കകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് കൊന്തയും ചൊല്ലിയിരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ അന്നേരവും മോൾക്ക് നല്ല ഒരു മുഖഭാവമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് എടുത്ത ബസ്സിൽ നിന്ന് കിട്ടിയ ടിക്കറ്റിൽ എനിക്ക് അമ്മ പറഞ്ഞു തന്ന ഒരു രീതിയിൽ എനിക്ക് തോന്നിയ ഒരു നമ്പർ ഞാൻ എഴുതി കൊടുത്തായിരുന്നു. ഇത് റിസൾട്ട് വരുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ രാത്രിയിലാണ് റിസൾട്ട് വരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനയുടെ സമയത്ത് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നോക്കാം എന്നും പറഞ്ഞ് നോക്കി, പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയപ്പം 78% മാർക്കുണ്ട്. അപ്പം എന്നോട് പറഞ്ഞതിലും കൂടുതലായിട്ട് കൊടുത്ത് മോളെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്കുള്ള എൻ്റെ ഏറ്റവും ആദ്യം തന്നെ ഞാൻ വന്ന ആദ്യത്തെ വർഷം ഒക്ടോബർ 26 റാലിയിൽ പങ്കെടുത്തു. 1/2 കിലോമീറ്റർ പോലും നടക്കില്ലാത്തതായിരുന്നു ഞാൻ. 1/2 കിലോമീറ്റർ പോലും നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, മുട്ടുവേദനയൊക്കെ ഉള്ളതായിരുന്നു. അത് ഞാൻ ഇത്ര ദൂരം നടന്നിട്ട് ഒരു വിഷമവും അറിയാതെ നല്ല രീതിയിൽ പങ്കെടുത്തു. 2ാമത്തെ വർഷം മോളെയും പിള്ളേരെയും എല്ലാവരെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ വന്ന് റാലിയിൽ പങ്കെടുത്തു. പിന്നെ പ്രേക്ഷിത വേലകളൊക്കെ ആകാവുന്ന വിധത്തിലൊക്കെ നമ്മൾ എല്ലാ കാരുണ്യപ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ട്. ആശുപത്രിയിലുമൊക്കെ പോയി മരിയൻ സദനം എന്ന് പറയുന്ന അവിടെ ഇതുണ്ട്, അവിടെ പൈസ എന്നെ കൊണ്ട് പറ്റുന്ന അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തു പോകുന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മോളുടെ കൊടുക്കാം. എൻ്റെ പേര് ജിഷ. പപ്പ പറഞ്ഞതിൽ മൂത്ത മോള് ഞാനാണ്. അതിൽ എൻ്റെ കല്യാണം കഴിഞ്ഞത് ജനുവരി 15, 2024 ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏപ്രിൽ മാസം ഞാൻ റിസൈൻ ചെയ്തു. അതിനുശേഷം എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഞാൻ മെയ് 28, 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. അതിൽ 6 നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു. അതിലേറ്റവും അവസാനത്തെ നിയോഗം എൻ്റെ ജോലിയായിരുന്നു. അപ്പം ജോലി വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. ജൂലൈ 15 എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടണം. അത് ജൂലൈ 15 തീയതിക്കുള്ളിൽ എനിക്ക് തരണമെന്ന് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടു. എല്ലാ ദിവസവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലി കണ്ടിന്യൂസ് ഞാൻ മുടക്കാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ജൂലൈ 13 ഞാൻ അടുത്തുള്ളൊരു ആദ്യമായി ഒരു ഹോസ്പിറ്റലിൽ ആ ജൂലൈ 13 ഞാൻ ബയോഡാറ്റ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വേക്കൻസി ഇപ്പോൾ ഇല്ല, വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു. വീട്ടിൽ വന്നതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരെന്നെ വിളിച്ചു. നാളെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല കിട്ടുമെന്ന്. പിന്നീട് അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് മൺഡേ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടുകാരുമായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു. അടുത്തല്ലേ, വീടിൻ്റെ അടുത്താണല്ലോ, കുഴപ്പമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ മൺഡേ ജോയിൻ ചെയ്യുന്ന ആ മൺഡേ ജോയിനിങ് ഡേറ്റ് ജൂലൈ 15 മാതാവ് ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാൾ ലേറ്റ് ആയതിന് ഞാൻ മാതാവിനോട് ഒരുപാട് ക്ഷമ യാചിക്കുകയാണ്. ഇപ്പോൾ 1 വർഷമാവാൻ പോവാണ് ഞാൻ ജോലിയിൽ കയറിയിട്ട്. കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞാൻ മാതാവിന്. ഞാൻ നേരത്തെ എങ്ങനെ പള്ളിയിലൊക്കെ പോകും എന്നുള്ളതല്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും, കുർബാന കാണും, അങ്ങനെ കുമ്പസാരമൊക്കെ അങ്ങനെ ആണ്ടിലും വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ 15 ദിവസത്തിനകം എന്നാണല്ലോ കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്യും. അത് എൻ്റെ വൈഫാണ് കൂടുതലായിട്ട് എന്നെ ഈ ഉടമ്പടിയിലേക്ക് പോകാനായിട്ട് സഹായിച്ചത്, അമ്മയുടെ അടുത്തേക്ക് അടുപ്പിച്ച് വിട്ടത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയും എല്ലാത്തിനും കൂടുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പോകുന്നു. ജെറമ്യ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും
പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഷാജി സെബാസ്റ്റ്യൻ ഫാമിലി ഇപ്പം നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അങ്കിൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 24 എന്ന് പറഞ്ഞൊരു ഡേറ്റ് കിട്ടി. അതുപോലെ തന്നെ ആ ജിഷ എന്ന് പറഞ്ഞ ആ മോൾക്കൊരു കല്യാണാലോചന വരികയും അതുപോലെ തന്നെ അത് വേഗം നടക്കുകയും ചെയ്തു. മാതാവ് കാണിച്ചു കൊടുത്തൊരു ഫാമിലി ആയിരുന്നു അത്. അതുപോലെ തന്നെ അങ്കിളുടെ രണ്ടാമത്തെ മോൾ ജിനു ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കോഴ്സിൻ്റെ എക്സാം 2 പ്രാവശ്യം എക്സാം എഴുതിയിട്ട് ഫെയിലായി. അതുപോലെ തന്നെ അങ്കിൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അങ്കിളിനൊരു നമ്പർ കിട്ടി 74. അങ്കിൾ ആ നമ്പർ ആ കൊച്ചിന് കൊടുത്തു. ആ 3rd അറ്റംപ്റ്റിൽ ആ എക്സാം എഴുതിയപ്പം 78 മാർക്കായിട്ട് പാസ്സായി. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് ഈശോയ്ക്കും ഈ കുടുംബത്തെ അമ്മയുടെ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തെ സാക്ഷ്യം ഉയർത്തിന് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.